സിറോ മലബാർ സഭയുടെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മേജർ ബിഷപ്പിന്റെ ആസ്ഥാന രൂപത സംബന്ധിച്ച പ്രഖ്യാപനം ഈ സിനഡിൽ ഉണ്ടായേക്കും. നീണ്ടകാലമായി ഒഴിഞ്ഞുകിടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാന്മാരെയും അതിരൂപത മെത്രാപ്പോലിത്തയെയും സിനഡ് തെരഞ്ഞെടുക്കും. ഡിസംബറിൽ 75 വയസ്സ് തികയുന്ന തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിലിന്റെ രാജി ഈ സിനഡിൽ ഉണ്ടാകും. മാറിയ സാഹചര്യത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ രൂപത സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ മുഴുവൻ സമയ മെത്രാനെ നിയോഗിക്കുന്നതിനെക്കുറിച്ചോ ചർച്ചയുണ്ടാവും. കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ 3 രൂപതകൾ കൂടി സ്ഥാപിക്കാനും തീരുമാനമുണ്ടാവും. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ ആസ്ഥാന ദേവാലയത്തിന്റെ പ്രഖ്യാപനമുണ്ടാകുമോ എന്നാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനിക രൂപതയും ഒപ്പം പ്രഖ്യാപിക്കും. ഇതിനൊപ്പമാകും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അതിരൂപതയിൽ നിന്നു തന്നെ 2 മെത്രാന്മാരെയും 1 മെത്രാപ്പൊലീത്തയും പ്രഖ്യാപിക്കുക. എന്നാൽ ആദ്യഘട്ടത്തിൽ 2 സഹായ മെത്രാന്മാരെ പ്രഖ്യാപിച്ചതിനു ശേഷം മെത്രാപ്പൊലീത്തയുടെ പ്രഖ്യാപനം ജനുവരിയിലേക്ക് മാറ്റണമെന്ന അഭിപ്രായവുമുണ്ട്. അതുവരെ സിനഡ് സെക്രട്ടറിയും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതലയിൽ തുടരണമെന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ ആർച്ച് ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ കൽദായ ലോബിയിൽ നിന്നും എതിർപ്പ് ശക്തമാണ്. പാംബ്ലാനിയെ സിനഡ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് പോലും മാറ്റണമെന്നാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം. ഇതിനൊപ്പം സിറോ മലബാർ സഭയിൽ ഒരു തലമുറ മാറ്റത്തിന് കൂടി സാക്ഷ്യം വഹിക്കുന്ന സിനഡാകും ഇത്. ദീർഘകാലമായി സിറോ മലബാർ സഭയുടെ ശബ്ദമായി നിലകൊണ്ട ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഈ സിനഡിൽ രാജി സമർപ്പിച്ചേക്കും. ബിഷപ്പുമാർ 75 വയസ്സ് കഴിഞ്ഞാൽ രൂപതാ ഭരണത്തിൽ നിന്ന് വിരമിക്കണമെന്ന സഭയുടെ നിയമമനുസരിച്ചാണിത്. ഡിസംബറിൽ 75 വയസ്സ് തികയുന്ന ആർച്ച് ബിഷപ്പ് താഴത്തിന്റെ പിൻഗാമിയുടെ പ്രഖ്യാപനം ജനുവരി സിനഡിലേക്ക് നീളാനാണ് സാധ്യത. സംസ്ഥാനത്തിന്റെ ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സഭയ്ക്കൊരു ആസ്ഥാനമില്ല എന്ന വിമർശനം ശക്തമാകുന്നുണ്ട്. നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ് തിരുവനന്തപുരം. ഒരു പുതിയ രൂപത അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയ ബിഷപ്പിന്റെ സേവനമോ ഇവിടെ ലഭ്യമാക്കണമെന്ന അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ട്. ഇതിനൊപ്പം ശംഷാബാദ് രൂപത വിഭജിച്ച് 3 പുതിയ രൂപതകൾ കൂടി സ്ഥാപിക്കണമെന്ന അഭിപ്രായവുമുണ്ട്. ഇതും ഈ സിനഡിൽ ചർച്ചയാകും. ഇതിനൊപ്പം പശ്ചിമഘട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം മെത്രാന്മാർക്കുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ സഭയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ വേണ്ടത്ര താൽപര്യം സംസ്ഥാന സർക്കാർ കാട്ടുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിലെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്ന ആവശ്യവും ഗൌരവമായി പരിഗണിക്കും. സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 34ാമത് മെത്രാൻ സിനഡിന്റെ 2ാം സമ്മേളനം ഓഗസ്റ്റ് 28-ന് സമാപിക്കും. സഭയിലെ 54 മെത്രാന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് മലയാളം, കൊച്ചി.